ഗവർണർ എങ്ങനെ പ്രതികരിച്ചു? ഗവർണറെ ആട്ടുകല്ലിൽ കാറ്റ് പിടിച്ചോല്ലെങ്കിൽ ഇരിക്കുകയായിരുന്നു. ിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഈ RSSന്റെ പരിപാടികൾ ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആ ചിത്രത്തിന്റെ മുന്നിലാണ് ചിത്രത്തിന്റെ മുന്നിലാണ് നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് നിൽക്കുന്ന ചടങ്ങാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ ഈ വേദിയിൽ കയറിയില്ലേ മന്ത്രി? വേദിയിൽ കയറി ഞാൻ വേദിയിൽ കയറിയതും നിലവിളക്ക് കൊളുത്തി പൂർത്തീകരിച്ചു. ഞാൻ വേദിയിൽ കയറിയിരുന്നു. അദ്ദേഹം എനിക്ക് എന്നെ ഷേക്ക് ഹാൻഡ് ചെയ്ത് ഇരുന്നു. മന്ത്രി എത്തുന്നതിന് മുമ്പാണ് പുഷ്പാർച്ചനയും ഈ വിളക്കുകൊളുത്തലൊക്കെ നടന്നത്. അതെ, ഈ ഭാരതാംബ ചിത്രത്തെ കുറിച്ച് അവിടെ വേദിയിൽ പ്രതികരിച്ചായിരുന്നു. ഞാൻ പ്രതികരിച്ചു. സാധാരണ ഇത് ഏത് ചിത്രമാണ് ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതോ ഒരു ചില രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളുടെ ചിത്രമാണ് ഇരിക്കുന്നത്. ഇത് രാജ്ഭവനാണ്, സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ്. രാജ്ഭവനും കേരള ഗവൺമെൻറ്റും തമ്മിൽ ഒരുമിച്ച് നടത്തുന്ന പ്രോഗ്രാമാണ്. അവിടെ ഈ ചിത്രത്തിന് മുന്നിൽ ഒരു വിളക്ക് കൊളുത്താൻ വേണ്ടി പാടില്ല. ഞാൻ അതിൽ പ്രതിഷേധിക്കുകയാണ്. എനിക്കിത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഗവർണറുള്ള വ്യക്തിപരമായ പ്രതിഷേധമല്ല, ഇത് നമ്മുടെ കേരളത്തിൻ്റെ പ്രതിഷേധമാണെന്ന് കാണേണ്ടതാണ്. മൈക്കിൽ തന്നെ ഞാൻ ഗവർണറെ നോക്കിയില്ലല്ലോ. മൈക്കിൽ നോക്കി കുട്ടികളെ നോക്കിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലോ. തിരിച്ചിറങ്ങുമ്പോൾ വേറെ പ്രതികരണം ഒന്നും ഉണ്ടായില്ല. ഗവർണർ എങ്ങനെ പ്രതികരിച്ചു? ഗവർണറെ ആട്ടുകല്ലിൽ കാറ്റ് പിടിച്ചോല്ലെങ്കിൽ ഇരിക്കുകയായിരുന്നു. ഏതായാലും ഇത് വരുമ്പോൾ തന്നെ, അതായത് കഴിഞ്ഞ ദിവസം നോട്ടീസ് ആദ്യം തന്നെ നൽകിയ നോട്ടീസിൽ ഈ ലൈറ്റ്നിങ് ഓഫ് ലാമ്പ് ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊടുത്തെന്നുള്ള ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നില്ല. രണ്ടാമതെന്ന നോട്ടീസിൽ അതുണ്ടായിരുന്നു അല്ലേ? ലൈറ്റ്നിങ് ഓഫ് ലാമ്പ് എന്നുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ എത്തുമ്പോൾ തന്നെ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന ഉണ്ടാകുമെന്ന് അറിയില്ല. ഇതൊന്നും ഒന്നും പറയുന്നില്ല. നമ്മൾ ആ ഇതിൽ കാണുന്ന ലൈറ്റിംഗ് ഓഫ് ലാമ്പിലെ കാണുള്ളൂ. അതല്ല, ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലാണ് വിളക്ക് കൊടുത്തുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. ഇതൊരു സർക്കാരിൻ്റെ പരിപാടിയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയിൽ ഇങ്ങനെ ഇന്നലെ മുഖ്യമന്ത്രി എല്ലാം പറഞ്ഞത് ഒരു ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ചിഹ്നങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളത്. അപ്പോൾ അതിന് വിരുദ്ധമായാണല്ലോ ഇപ്പോൾ ഇത് രാജ്ഭവൻ RSSന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നടക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഇതൊരു അബദ്ധത്തിൽ സംഭവിച്ചെന്ന് വേണമെങ്കിൽ ചിത്രീകരിക്കാം, അല്ലെങ്കിൽ പറയാം. പക്ഷേ ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള ഗവൺമെൻറ്റിൻ്റെ നയം വ്യക്തമാക്കിയതിന് ശേഷവും RSSന്റെ ചിഹ്നമായിട്ടുള്ള ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി, ഇതൊരു ഔദ്യോഗിക പരിപാടിയിൽ നിലവിളക്ക് കൊളുത്തി ഇങ്ങനെ ആചരിച്ചത് വഴി ഇത് RSSന്റെ ഒരു കേന്ദ്രമാക്കി തന്നെ മാറ്റിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഗവർണർ. ഈ രാജ്ഭവൻ അപ്പോൾ ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് തന്നെയാണോ പോകുന്നത്? ഏറ്റുമുട്ടലിൻ്റെ ആണല്ലോ ഇതിപ്പം കാണിച്ചിരിക്കുന്നത്. ഏറ്റുമുട്ടലിൻ്റെ പാതയിലാണെങ്കിലും കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റാണ് കേരള ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ. ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള ഗവർണർ ഇതിനേക്കാൾ അപ്പുറമായിട്ടുള്ള പ്രശ്നങ്ങളാണല്ലോ ഇവിടെ കാണിച്ചത്. കേരള ഗവൺമെൻറ്റിന് ഒന്നും സംഭവിച്ചില്ലല്ലോ. അപ്പം ഇനിയും തുടർന്നും ഇത്തരം സർക്കാർ പരിപാടികളിൽ ഇങ്ങനെ ഈ ഭാരതാംബ ചിത്രം RSSന്റെ പരിപാടിയിൽ ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രം ഉപയോഗിക്കുന്നതിലുള്ള വിയോജിപ്പ്, ഈ വിഷയത്തിലുള്ള വിയോജിപ്പ് ഇന്നിപ്പോൾ ഗവർണർക്ക് മുമ്പാകെ താങ്കൾ അറിയിച്ചു. തുടർന്ന് അല്ലാതെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അറിയിക്കുമോ? എങ്ങനെയാണ്? അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നല്ല പറഞ്ഞല്ലോ, ഒരു രാജ്ഭവൻ എങ്ങനെയായിരിക്കണം, ഒരു ഗവൺമെൻറ് എങ്ങനെയായിരിക്കണം, ഗവർണറുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ്, അതെല്ലാം പിന്നെ ഗവർണറുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാണെന്ന് സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഗവർണറുടെ ഉത്തരവാദിത്വം RSSന്റെ ചിഹ്നം കൊണ്ടുവച്ച് പിന്നെ രാജ്ഭവനിൽ വെച്ച് പൂജിക്കുക എന്നുള്ളതല്ലോ. അത് അദ്ദേഹം RSSന്റെ ആഫീസിൽ കൊണ്ടുവച്ച് പൂജിക്കും. ഇറങ്ങി വരുന്ന അവസരത്തിൽ ഗവർണറെ തടയുകയോ അല്ലെങ്കിൽ വേറൊന്നും പറയുകയൊന്നും ചെയ്തില്ല. ഇല്ല, അവിടെ തടയാനും അടികൂടാനും നല്ലല്ലോ പോയത്.